Welcome back to a new video lecture. And today we discuss a very new topic, and that is the rock types of Kerala and also the rock cycle. So moving on to the topic, that is rock cycle. The rock cycle is a group of changes. Igneous rock can change into sedimentary rock or into metamorphic rock. Sedimentary rock can change into metamorphic or igneous rock, and the metamorphic rock can change into igneous or sedimentary rock. So വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് മാറുന്നു. അതായത് ഇഗ്നസിലിരിക്കുന്ന ഒരു റോക്കിനെ നമുക്ക് സെഡിമെൻ്ററി റോക്കായിട്ടും അതുപോലെ തന്നെ മെറ്റമോർഫിക് റോക്കായിട്ടും ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഇനി അതോടൊപ്പം തന്നെ സെഡിമെൻ്ററി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇഗ്നസിലേക്ക് മെറ്റമോർഫിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ മെറ്റമോർഫിക്കിൽ നിന്ന് സെഡിമെൻ്ററിയിലേക്കും ഈ പറയുന്ന ഇഗ്നസിലേക്കുമുള്ള മാറ്റങ്ങളുടെ കേസാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കിവിടെ ഒബ്സർവ് ചെയ്താൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇഗ്നസ് റോക്കിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ വെതറിങ് ആൻഡ് ഇറോഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ സെഡിമെൻ്റ് രൂപത്തിൽ ഫോം ചെയ്യുന്നു. കാലക്രമേണ ഈ പറയുന്ന കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ച് അത് സെഡിമെൻ്ററി റോക്ക് ആവുന്നു. ഇനി അതേപോലെ തന്നെ ഇഗ്നസ് റോക്കിൽ നിന്ന് ടെമ്പറേച്ചർ വേരിയേഷൻസ് കാര്യങ്ങൾ സംഭവിച്ചു, പ്രഷറും ഹീറ്റും എല്ലാം വേരിയേഷൻസ് സംഭവിച്ചു മെറ്റമോർഫിസം സംഭവിച്ച് മെറ്റമോർഫിക് റോക്ക് ഡെവലപ്പ് ചെയ്യും. ഇനി ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള സെഡിമെൻ്ററി റോക്കിൽ എന്താണ്, വീണ്ടും വെതറിങ് ആൻഡ് ഇറോഷൻ സംഭവിച്ച് സെഡിമെൻറ്റ്സ് ആകാം, ആ രീതിയിൽ ഉള്ള കൺവേർഷനും കാര്യങ്ങളും സംഭവിക്കാം. ഇനി ടെമ്പറേച്ചർ വേരിയേഷൻസോ അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻസോ സംഭവിച്ച് മെറ്റമോർഫിക് റോക്കുമാകാം. ഇനി ഇഗ്നസ് റോക്കിൽ നിന്ന് ഈ പറയുന്ന പോലെ മാഗ്മ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മെറ്റമോർഫിക് റോക്കിനകത്തും ഈ പറയുന്ന ചേഞ്ചസ് കാര്യങ്ങൾ സംഭവിക്കാം. അപ്പം ഒരു മ്യൂച്വലി ഒരു ചേഞ്ചസ് ആണ് ഈ പറയുന്ന റോക്കിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു കേസിനെ മറ്റൊരു റോക്കിൻ്റെ പാറ്റേണിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയാണ് റോക്ക് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, ദ ഇഗ്നസ് റോക്ക് ഫോം വെൻ മാഗ്മ കൂൾസസ് ആൻഡ് മേക്സ് ക്രിസ്റ്റൽസ്. Magma is a hot liquid made of melted minerals. The minerals can form crystals when they cool. Igneous rock can form underground where the magma cools slowly, or igneous rock can form above ground where the magma cools quickly. അപ്പോൾ ഫസ്റ്റ് കേസിൽ പറയുന്നത് മാഗ്മ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കേസാണ്. അതായത് ഇഗ്നസ് റോക്ക് ഈ പറയുന്നത് നമ്മൾ ഈ ഓൾറെഡി ഡയഗ്രത്തിനകത്ത് കണ്ടതാണ് എങ്ങനെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അതായത് മെൽറ്റിങ്, അതോടൊപ്പം തന്നെ മാഗ്മ ഫോം ചെയ്യുന്ന ആ റീജിയനിൽ നിന്ന് കൂൾ ചെയ്ത് ഇഗ്നസ് റോക്കിൻ്റെ ഒരു പ്രോസസ്സ് കാര്യങ്ങളാണ് നമ്മൾ ഇഗ്നസ് റോക്ക് പഠിച്ചപ്പോൾ കണ്ട ആ പ്രോസസ്സ്. അതായത് ഇഗ്നസ് റോക്ക് എങ്ങനെ ഫോം ചെയ്യുന്നു, മാഗ്മയിൽ നിന്ന് എങ്ങനെ കൂളിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എങ്ങനെ ഫോം ചെയ്യുന്നുള്ള കാര്യം കണ്ടതാണ്. അപ്പം അതിൻ്റെ ഒരു കേസാണ് ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഓൺ എയർ സർഫസ് വിൻഡ് ആൻഡ് വാട്ടർ ക്യാൻ ബ്രേക്ക് റോക്ക് ഇൻ ടു പീസസ്. They can also carry rock pieces to another place. Usually rock pieces called sediments. Sediments ആയിട്ട് ഫോം ചെയ്യുന്നു. Drop from the wind or water to make a layer. The layer can be buried under the other layers of sediments. After a long time, the sediments can be cemented together to make a sedimentary rock. In this way, igneous rock can become sedimentary rock. അപ്പോൾ sedimentary rock ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു കേസാണ് പറഞ്ഞത്. All rock can be heated. Rocks heated but not melt changes forms crystals. If it has crystals already, it forms larger crystals. Then the rocks thus formed by changing its form are called metamorphic rock, process called metamorphism. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് ഇഗ്നസ് റോക്കിൻ്റെ കേസ് പറഞ്ഞു. ഇഗ്നസ് റോക്കിൽ നിന്ന് ഈ പറയുന്ന അടുത്ത രണ്ട് കൺവേർഷൻസ്, അടുത്തത് സെഡിമെൻ്ററി കേസ് പറഞ്ഞു, അടുത്ത മെറ്റമോർഫിസത്തിൻ്റെ അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മ്യൂച്വൽ പ്രോസസ്സാണ്. ദ റോക്ക് സൈക്കിൾ നെവർ സ്റ്റോപ്സ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ റോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടിൽ നിന്ന് മറ്റൊരു കൺവേർഷൻ കാര്യങ്ങളിൽ മറ്റൊരു ചേഞ്ച് സംഭവിക്കുന്നു. ഇഗ്നസിൽ നിന്ന് മെറ്റമോർഫിക്കോ അല്ലെങ്കിൽ സെഡിമെൻ്ററി ആവുന്നു, സെഡിമെൻ്ററിയിൽ നിന്ന് ഇഗ്നസ് അല്ലെങ്കിൽ മെറ്റമോർഫിക് ആവുന്നു. അങ്ങനെ മ്യൂച്വലി ഒരു കൺവേർഷൻസ് അല്ലെങ്കിൽ മ്യൂച്വലി ഒരു ചേഞ്ചസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് റോക്ക് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് റോക്സ് ഇൻ കേരള. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ ജിയോളജിക്കൽ ഫോർമേഷൻസ് ഇൻ കേരള. അതായത് ഡിഫറെൻറ്റ് കാറ്റഗറിയിലായിരിക്കും ഈ പറഞ്ഞ റോക്സസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കോമ്പോസിഷൻ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും, അതിൻ്റെ ടെക്സ്ചറിൽ വ്യത്യാസമുണ്ടാകും, ആ റീജിയൻ്റെ പേരിലായിരിക്കും ഒരുപക്ഷെ ചിലപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസസിലായിരിക്കും ഈ പറയുന്ന റോക്സസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ സം വെരി ഇമ്പോർട്ടൻറ്റ് കേസസ്, ദ ത്രീ മെയിൻ ജിയോളജിക്കൽ ഫോർമേഷൻസ് നെയിംലി ആർക്കിയൻസ്, ദാറ്റ് ഈസ് ഓൾഡസ്റ്റ് റോക്സ് ടൈപ്പിനെ പറയുന്നതാണ് ആർക്കിയൻസ്. ദെൻ വർക്കാലി ബെഡ്സ് ഓഫ് ടെർഷറി ഏജ്, ദാറ്റ് ഈസ് അപ്പർ മൈക്കോയിൻ ടു പിയോൽക്കീൻ
ആൻഡ് ദ റീസെൻറ്റ് ഡിപ്പോസിറ്റ് ആൻഡ് ദീസ് ഹാവ് നോർത്ത് സൗത്ത് അലൈൻമെൻറ്റ്. അപ്പം നോർത്ത് മുതൽ അതുപോലെ തന്നെ സൗത്ത് റീജിയൻസ് വരെയുള്ള ആ ഒരു കേസസ് വെച്ചിട്ടാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ ക്രിസ്റ്റലൈൻ റോക്സസ്, അപ്പം ഒരു ഫസ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് പറയാൻ സാധിക്കും ധാർവാർ ഫോർമേഷൻ. അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും മലബാർ റീജിയൻ അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ കാണപ്പെടുന്ന ഒരു കേസസ് ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനറൽസ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ്റെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർണിറ്റിഫറസ് ടു ഫെർഗുനസ് ക്വാഡ്സൈറ്റ്, മൈക്ക, ടാൽക്ക്, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കാണപ്പെടുന്നത് സൗത്ത് ഈസ്റ്റ് വയനാട് റീജിയനും അതുപോലെ തന്നെ ഗുഡലൂർ നോർത്ത് വെസ്റ്റിലുമാണ് കാണപ്പെടുന്നത്. ഗുഡലൂർ നോർത്ത് വെസ്റ്റിലും ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്സസ് ഫൗണ്ട് ഇൻ കേരള എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ റീജിയനിലും അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഒരു മീൻസ് ആ റീജിയൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നെയിംസസ് വന്നതാകാം, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ കൊണ്ട് വന്നതാകാം, അതിൻ്റെ ലിത്തോളജി, അതിൻ്റെ ടെക്സ്ചർ, ലെയർ, അത് കുറേ ഫീച്ചേഴ്സ് കൊണ്ട് ഈ പറയുന്ന നെയിംസസ് വന്നതാകാം. ദെൻ ചാമ്പ്യൻ നീസസ്, ദേ ആർ സീൻ ഇൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് വയനാട്. അപ്പം ആ ഒരു റീജിയനിൽ കാണപ്പെടുന്നതുകൊണ്ട് അങ്ങനെ പറയും. ദെൻ ഹൗ ഗോൾഡ് ബെയറിംഗ് വെയിൻസസ്, അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ റോക്സസ് അപ്പിയർ ടു ബി പോസ്റ്റ് പെനിൻസുലർ ഏജ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൻ്റെ അതിനോട് സാമ്യം മീൻസ് അപ്പിയർ ടു ബി അതായത് പോസ്റ്റ് പെനിൻസുലർ ഏജിനോട് അനുബന്ധമായിട്ട് ഈ പറയുന്ന കേസസിനെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ പെനിൻസുലർ നീസസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ്, അതായത് ഓൾമോസ്റ്റ് എല്ലാ റീജിയനിലും കാണപ്പെടുന്ന ഒരു കേസാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ക്വാർട്സ്, ഫെൽസ്പാർ, ബയോടൈറ്റ്, ഓൾറെഡി നമ്മൾ ഈ പറയുന്ന നെയിംസസ് അല്ലെങ്കിൽ റോക്സ് പെട്രോളജി അല്ലെങ്കിൽ മിനറോളജിയിൽ ഈ പറയുന്ന പേരുകൾ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിരിക്കുന്നതാണ്. മിനറോളജി കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബയോടൈറ്റ്, ഗാർണൈറ്റ് നെയിംസസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസസ് വെച്ചിട്ടും ഈ പറയുന്ന പേരുകൾ കാര്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, ദെൻ ചാർണോക്കൈറ്റ്. എ ഗുഡ് പോർഷൻ ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റോക്ക്. വെസ്റ്റേൺ ഗാർഡ്സ് ഈ ഒരു ടൈപ്പ് ചാർണോക്കൈറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് കൊണ്ട് വളരെയധികം കാണപ്പെടുന്ന ഒരു റോക്കാണ്. ദെൻ ഇൻ ദ ട്രാവൻകൂർ ഏരിയ ദ റോക്സ് ആർ വെൽ ഫോളിയേറ്റഡ് ആൻഡ് ഷോ ഇൻട്രസ്റ്റീവ് റിലേഷൻ ടു പെനിൻസുലർ നേസസ്. അപ്പം അതും ഈ പറയുന്ന പോലെ ലെയേർഡ് സ്ട്രക്ചർ കാര്യങ്ങൾ വളരെ അധികം ഈ പറയുന്ന കേസിലും കാണാൻ സാധിക്കും. ദെൻ ക്ലോസ്പെറ്റ് ഗ്രാനൈറ്റ് ആർക്കിൻ ഇൻട്രൂഷൻ ഓഫ് പോസ്റ്റ് ചാർണോക്ക് ഏജ് ആർ ഫൗണ്ട് മലബാർ റീജിയനിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കൽപ്പറ്റ ഹിൽസ്, സുൽത്താൻ ബത്തേരി റീജിയൻസിലും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ, അതായത് two intrusions of biotite granite have been found in these regions. Okay, then പ്രീകാംബ്രിയൻ സിസ്റ്റം, അതായത് മറ്റൊരു മീൻസ് ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് കേസസ് ആണ് പറയുന്നത്. ബേസിക് ഡൈറ്റ്സ്, ദീസ് റോക്സ് ആർ വെരി ഫ്രഷ് ബട്ട് ഫ്രാക്ചേർഡ് ആൻഡ് മൈൽട്ടനൈസ്ഡ് മീൻസ്, അതായത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ് പറയുന്നത് ഈ പറയുന്ന ഫ്രഷ്, അതുപോലെ തന്നെ ഫ്രാക്ചേർഡ് കേസസ് ആണ്, അതുപോലെ ലെയേർഡ് സ്ട്രക്ചേഴ്സ് ആണ്. ദെൻ ദിസ് ഓൾസോ ഒക്കർ ഇൻ സൗത്ത് മലബാർ റീജിയൻസിൽ നമുക്ക് വളരെയധികം കാണാൻ സാധിക്കും. ദെൻ റെസിഡ്യൂൽ ലാറ്ററൈറ്റ്സസ് അനദർ ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ് റെസിഡ്യൂൽ ലാറ്ററൈറ്റ്സസ്. എ നാരോ സോൺ ഓഫ് ലാറ്ററൈറ്റ്സ് റോക്ക് എക്സിസ്റ്റ് ടു ദ വെസ്റ്റ് ഓഫ് ക്രിസ്റ്റലൈൻ റോക്ക് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഈസ്റ്റേൺ റീജിയൻസിൽ വളരെ അധികം കാണപ്പെടുന്ന ഒരു കേസസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത കാര്യങ്ങളാണ് പിന്നീട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ വർക്കാലി ഫോർമേഷൻ വളരെയധികം വർക്കല റീജിയൻ്റെ അതുപോലെ തന്നെ കാണപ്പെടുന്നതാണ്. ദെൻ ഇതിനകത്ത് വരുന്നത് ഈസ് റെപ്രസെൻറ്റ്സ് ദ മോസ്റ്റ് കോൺസ്പിക്യൂസ് സെഡിമെൻ്ററി ബെഡ് ഒക്കറിങ് ഇൻ വർക്കല. ഓക്കെ, അപ്പം സെഡിമെൻ്ററി ഡിപ്പോസിറ്റ്സസ് വെച്ച് ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ദെൻ റീസെൻറ്റ് ഡിപ്പോസിറ്റ്സ് ദേ ആർ മെയിൻലി ഫൗണ്ട് ഇൻ നോർത്തേൺ പാർട്സ് ഓഫ് ക്യൂലിൻ ആൻഡ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സാൻഡ് ആൻഡ് സിൽറ്റ്. അപ്പം ആ ഒരു കോമ്പിനേഷനാണ്, സാൻഡ് ആൻഡ് സിൽറ്റ് കോമ്പിനേഷനിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റോൺ, അതായത് നമുക്ക് പറയാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റോക്കാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. വളരെയധികം യൂസ് ചെയ്യപ്പെടുന്നവരാണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് റീസെൻറ്റ് ട്രെൻഡ് ഇൻ ആർക്കിടെക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഇസ് ദ ഇൻക്രീസിംഗ് യൂസ് ഓഫ് ക്രിസ്റ്റലൈൻ റോക്സസ് ഡയമെൻഷൻ സ്റ്റോൺസ് ആഫ്റ്റർ ബീങ് കട്ട്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഗ്രാനൈറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കാര്യങ്ങളാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഡയമെൻഷൻ സ്റ്റോൺ നമ്മൾ യൂഷ്വലി പല പർപ്പസിനും ഈ ഗ്രാനൈറ്റ് സ്റ്റോൺസസ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് റോക്സസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യു ക്യാൻ ഒബ്സർവ് ദിസ് ഡയഗ്രാം. അതായത് ഇതെടുക്കുന്ന ഒരു റീജിയൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ മേജർ ഗ്രാനൈറ്റ് ബെൽറ്റിൻ്റെ ഒരു കേസാണ്, ഏതൊക്കെ റീജിയൻസിലാണ് കാണപ്പെടുന്നത് എന്നുള്ളൊരു കേസാണ് പറഞ്ഞത്. മീൻസ് നമ്മുടെ കേരളത്തിനകത്ത് കാണപ്പെടുന്ന കുറച്ച് റീജിയൻസസ് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ചാർക്കനൈറ്റ് കോൺലൈറ്റ് ബെൽറ്റ് ഓഫ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ലൈക്ക് വൈസ്. ദെൻ അനദർ കേസസ് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ഡിസ്ട്രിക്റ്റ്. അപ്പം ഓരോ നെയിംസസിൽ, അതായത് ഈ ഗ്രാനൈറ്റിൻ്റെ ഓരോ കേസസ് ഡിഫറെൻറ്റ് കോമ്പോസിഷനിൽ വന്നിരിക്കുന്ന
ആ ഒരു കേസസിൽ ഈ ഗ്രാനൈറ്റ് ബെൽറ്റിൻ്റെ ഒരു കേസാണ് പറയുന്നത്. പല റീജിയനിലും പല നെയിംസിലായിരിക്കും അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ലൈംസ്റ്റോൺ, ക്രിസ്റ്റലൈൻ ലൈംസ്റ്റോൺ. കേരള സ്റ്റേറ്റ് ഈസ് വെരി ഡെഫിഷ്യൻ്റ് ഇൻ ക്രിസ്റ്റലൈൻ ലൈംസ്റ്റോൺ. കിട്ടാനായിട്ട് വളരെയധികം കുറവാണ്, ഡെഫിഷ്യൻറ്റ്. ഒൺലി ഫ്യൂ ബാൻഡ്സ് ഓഫ് ക്രിസ്റ്റലൈൻ ലൈംസ്റ്റോൺ in പാലക്കാട് ആൻഡ് ഇടുക്കി ഡിസ്ട്രിക്ട്സിൽ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ കൺകാർ ലൈംസ്റ്റോൺ ഹാസ് റിപ്പോർട്ടഡ് ഫ്രം ചിറ്റൂർ, കോടിഞ്ചിപ്പറ ഏരിയ ഇൻ പാലക്കാട്. പാലക്കാട് റീജിയനിലാണ് കൂടുതലും ലൈംസ്റ്റോൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ ഫോസിഫറസ് ലൈംസ്റ്റോൺ ഇസ് ഒക്കർ കൊല്ലം ഡിസ്ട്രിക്റ്റ്. ഓക്കെ, കൊല്ലം റീജിയനിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ദെൻ കോൺലൈറ്റ്, എ ഗ്രാനുലേറ്റ് ഫേസസ് മെറ്റാ സെഡിമെൻ്ററി റോക്സസ്. ഓക്കെ, അതിനകത്തുള്ള കോമ്പോസിഷൻ്റെ അനുസരിച്ച് വന്നിരിക്കുന്നൊരു നെയിമാണ്. അപ്പം അതിനകത്ത് വരുന്ന കണ്ടന്റ് കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ കേരള കോൺലൈറ്റ് ബെൽറ്റ് കണ്ടെയ്ൻസ് 3 sets ഓഫ് ഇൻ്റർലെയർഡ് റോക്സസ്. കുറച്ച് റോക്ക് ടൈപ്സസ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ, മിനറൽ കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ ഗാർനെറ്റ്, ബയോടൈറ്റ് പ്ലസ് ഓർത്തോ പൈറോക്സിൻ, ഗ്രാഫൈറ്റ്, അങ്ങനെ ഒരു കോമ്പിനേഷൻ്റെ കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ലാട്രൈറ്റ്, അങ്ങാടിപുരം ലാട്രൈറ്റ്. ദെൻ ലാട്രൈറ്റ് ഈസ് എ സോയിൽ ആൻഡ് റോക്ക് റിച്ച് ഇൻ അയൺ ആൻഡ് അലുമിനിയം. അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ലാട്രൈറ്റിൻ്റെ ഒരു കേസ്. ദെൻ ലാട്രൈറ്റ് ഫോർമേഷൻ കട്ട് ഇൻ ടു ബ്ലോക്സസ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് നമുക്കറിയാം അതിൻ്റെ പർപ്പസ് എന്തിനാണ് ലാട്രൈറ്റ്, വൈ വി ആർ യൂസിങ് ദിസ് ലാട്രൈറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ റീജിയനിൽ നിന്ന് തന്നെ നമുക്ക് വളരെയധികം ഈ പറയുന്ന ലാട്രൈറ്റ് നമുക്ക് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. Then some important uses, economic uses. Then sample of Angadipuram laterite, some diagrams showing this laterites. So നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരുപാടധികം പേര് കാര്യങ്ങൾ കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് റോക്ക് ടൈപ്സ് ഇൻ കേരള എന്ന് പറയുമ്പം മെൻഷൻ ചെയ്തിരിക്കുന്ന നെയിമും അതോടൊപ്പം തന്നെ അതിൻ്റെ ഫീച്ചറും അതോടൊപ്പം തന്നെ അത് ഏത് റീജിയനുമാണ് റിലേറ്റ് ചെയ്തിട്ടുള്ള പേര് കാര്യങ്ങളാണ് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കുറേയധികം പേരുകൾ പറഞ്ഞു. നോക്കുക, മാക്സിമം നോക്കുക, ശ്രദ്ധിക്കുക. അതായത് മാക്സിമം ഈ പറയുന്ന റോക്സസിൻ്റെ പേരും അതുപോലെ തന്നെ ഏത് റീജിയനുമാണ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന മിനറൽ കമ്പോണൻസ് എന്താണ്. നമ്മൾ ഓൾറെഡി കണ്ട മിനറലിലുള്ള കുറച്ച് ടേംസസ് കാര്യങ്ങളാണ് ഇതിനകത്തും വരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദിസ് പെട്രോളജി പോർഷൻ ആൻഡ് ദിസ് ദ കൺക്ലൂഷൻ ഓഫ് മൊഡ്യൂൾ 4. ഓക്കെ, നമ്മൾ മിനറോളജി എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷനും കണ്ടു. സെക്കൻഡ് സെക്ഷനിലാണ് പെട്രോളജി എന്ന് പറയുന്ന സെക്ഷനും കണ്ടു. അതിനകത്ത് ഈ പറയുന്ന പോലെ മിനറൽസിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ കുറേയധികം മിനറൽസ് കണ്ടു. പെട്രോളജിയിൽ ഇഗ്നസ്, സെഡിമെൻ്ററി, മെറ്റമോർഫിക് റോക്സസ്, അങ്ങനെ അതിൻ്റെ ഫീച്ചേഴ്സും കണ്ടു. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് റോക്ക് സൈക്കിൾ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് റോക്ക് ടൈപ്സ് ഓഫ് കേരളയും കണ്ടത്. ഓക്കെ, so I hope the section clear, and with this we wind up today's section. Thank you.